സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് ചോദിക്കും, ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നർത്ഥം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയാ, നോമ്പിനും ഫാസ്റ്റ് എന്നാ പറയാ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പ് മുറിക്കാൻ, അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങിയതല്ലേ, ആ ഫാസ്റ്റ് മുറിക്കാൻ രാവിലത്തെ നമ്മുടെ പ്രാതൽ ഭക്ഷണം, അതിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നോമ്പുകാരാണ്. വി വിൽ ബ്രേക്ക് അവർ ഫാസ്റ്റ് അറ്റ് സൺസെറ്റ് അല്ലേ, നമ്മൊന്ന് അസ്തമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോവും. അതായത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഭക്ഷണശീലം മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ്. അഷാ എന്നാണ് ആ ഭക്ഷണത്തിന് കഴിക്കുക പറയാം, ഡിന്നർ. അഷാ കഴിഞ്ഞിട്ടാണ് ഇഷാ നിസ്കാരം. ഇഷാവും അഷാവും ഉണ്ട്. അഷാ ഭക്ഷണമാണ്, ഇഷാ നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ്, നിസ്കാരത്തിന്റെ പേരാണ്. അപ്പൊ അഷാ കഴിഞ്ഞിട്ട് ഇഷാ നിസ്കരിക്കുക. ഇഷാ നിസ്കരിച്ചാൽ പിന്നെ വേറെ പണിയൊന്നും സീരിയലും സിനിമയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യാ, കടന്നുറങ്ങാൻ. അതുകൊണ്ട് ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിംഗ് വരും. നമ്മൾ നോമ്പെടുക്കുന്ന പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ പറയും, പലരും പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചക്ക് രാജ്ഞിയെ പോലെ, രാത്രി ഒരു ഭിക്ഷയാചിക്കുന്ന ആളെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഈ ആരാ ഈ രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞത്? രാത്രി 7 മണിക്ക് 6 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നവരെ പറ്റിയാ. നമ്മൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ റെസ്റ്റോറന്റ് തുറന്നു വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണ മന്തിയും കഫ്സയൊക്കെ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ പിന്നെയും കഴിക്കുക. അതിന്റെ ആവശ്യമില്ല, വിശക്കാൻ നേരം വേണ്ടേ. ഇത് മഗ്രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി മുഴുവൻ നമ്മൾ വിശപ്പിലാണ്, ഫാസ്റ്റിലാണ്. അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക രാവിലെ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞ മോള് ഫാത്തിമ ബീവിയുടെ വീടിനരികിലൂടെ, അത് നബി തങ്ങളുടെ ശീലമായിരുന്നു. ഒരിക്കൽ രാവിലെ ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങാൻ, എന്തോ അസുഖമായി അവര് വിഷമിച്ച് കിടക്കാൻ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കൽ ചോദിച്ചു, മാ യുനീമുകി ഇലാ ഹാദിഹി സ്സാഅ, മോളെ എന്തേ ഇത്ര നേരം ഉറങ്ങുന്നത് മോളെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു. പനിയാണുപ്പാ. മോളെ പനിയുണ്ടാകുമ്പോ വാപ്പ അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദുആ, ഒരു പ്രാർത്ഥന, അത് മോള് ചൊല്ലിയോ എന്ന് ചോദിച്ചു. നസീതുഹ, ഞാൻ മറന്നുപോയി വാപ്പ എന്ന് പറഞ്ഞു നബി തങ്ങളോട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തങ്ങള് ചൊല്ലിക്കൊടുത്തു. എന്നാ മോളെ പനി വരുമ്പോ ഇങ്ങനെ ചൊല്ലണം കേട്ടോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദൻ മിൻ ഖൽഖിക തർഫത ഐൻ. ഇത് ചൊല്ലണം മോളെ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനെ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കരുണയാൽ ഞാൻ നിന്റെ സഹായം തേടുന്നു റബ്ബേ. വമിൻ അദാബിക അസ്തജീർ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ മോചനം ചോദിക്കുന്നു തമ്പുരാനെ. ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണമേ. അത് എന്നിലേക്കോ മറ്റാരിലേക്കോ ഏൽപ്പിക്കല്ല റബ്ബേ, അത് നീ ഏറ്റെടുക്കണം എന്ന പ്രാർത്ഥന ഫാത്തിമ ബീവിയെ പഠിപ്പിച്ചത് ഒരു പ്രഭാത സമയത്താണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ കിടന്നുറങ്ങുമ്പോ നബി തങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ഈ നേരത്ത് ഉറങ്ങല്ല മോളെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാൻ പാടില്ലാത്ത നേരമാണ്. ഒരു വിധം കഴിയുമെങ്കിൽ ഉറങ്ങരുത്. ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും ചിലപ്പോ, അവരെ പറ്റിയല്ല. സ്വാഭാവികമായ ഒരു മടി പിടിച്ച ഉറക്കം, അതൊന്നും സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നവരെ ഇഷ്ഹദീ റിസ്ഖ റബ്ബികി ഫാത്തിമ, അല്ലാഹു തആല ഭക്ഷണം ഓഹരി വെച്ചു കൊടുക്കുന്ന സമയമാണിത്. അല്ലാഹു റിസ്ഖ് തരുന്ന നേരമാണിത്. ഈ നേരത്ത് ഉറങ്ങരുത് മോളെ എന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് റളിയല്ലാഹു അൻഹ. രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുറെ അനുഭവങ്ങളുണ്ട്. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുമ്പോ വീട്ടുകാരോട് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല നബിയെ, ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കാരക്ക പോലും ഇല്ല എന്നാണ്. കാരക്ക പോലും നമ്മൾ വിചാരിക്കുമ്പോ പത്തിരിക്ക് കറിക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഉണ്ടാവില്ല. കാരക്ക പോലും ഇല്ല എന്ന് അതിന്റെ അർത്ഥം. പച്ച വെള്ളം കിട്ടിയാലായി, വേറൊന്നുമില്ല. കാരക്കുണ്ടെങ്കിൽ പറയും നബി ഇച്ചിരി കാരക്കുണ്ട്, മതിയോ? മതിയെന്നും പറയും തങ്ങൾ. തങ്ങൾ അങ്ങനെ വളരെ ലഘുവായ ഭക്ഷണം ഇഷ്ടപ്പെടും തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കൊടുത്തപ്പോ നബി തങ്ങൾക്ക് കൊടുത്തത് ഉണക്ക റൊട്ടിയാണ്. ഉണങ്ങിയ റൊട്ടി
അപ്പൊ അത് നനച്ചൊന്ന് സോഫ്റ്റ് ആക്കണ്ടേ. തങ്ങൾ ചോദിച്ചു, മിൻ ഇദാം, എന്തെങ്കിലും വല്ല കറി ഇതിലേക്കുണ്ടോ എന്ന് ചോദിച്ചു, വല്ല കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ സുർക്കയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സുർക്ക കറിയായിട്ടേ നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന ഇല്ലൽ ഖല്ല്, സുർക്കണ്ട് നബിയെ. എന്തിനാന്നറിയോ സുർക്ക? നിങ്ങൾ പറഞ്ഞു പോയിക്കോട്ടെ. നിഅമൽ ഇദാമു അൽ ഖല്ലു, നിഅമൽ ഇദാമു അൽ ഖല്ലു. സുർക്ക എത്ര നല്ല കറിയാണ്, എത്ര നല്ല ഭക്ഷണത്തിന്റെ കൂട്ടാണ് സുർക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ സുർക്കയിലേക്ക് മുക്കിയിട്ട് ഉണങ്ങിയ റൊട്ടിയെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ച നബിയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്താ പറയാ, ചീത്ത പറയല്ല, എന്തോരു നല്ല ഭക്ഷണം. നമ്മൾ അത്തിപ്പറ്റ സ്ഥാനം അങ്ങനെ പറയും, എന്ത് ഭക്ഷണം കൊടുത്താലും എന്ത് നല്ല, മാഷാ അല്ലാഹ്, നല്ല രുചിയുണ്ട്, നല്ല നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് ബിസ്മി ചൊല്ലി അങ്ങനെ കഴിപ്പിക്കുകയും ചെയ്യും. മദ്ഹ് അങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് എന്ത് ഭക്ഷണമാണെങ്കിലും. വല്ലാത്തൊരു മഹാന. അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുർക്കയെ പറ്റി പറയണെന്ത് നല്ല നല്ല ഭക്ഷണമാണെന്ന്. നമ്മളിപ്പോ നോമ്പുറക്കാനിപ്പോ വിഭവങ്ങളില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പരിഭവം വരും അല്ലെ. വിഭവങ്ങളില്ലെങ്കിൽ പരിഭവമാണ്. സുബ്ഹാനല്ലാഹ്. സുർക്കയെ പറ്റി നബി തങ്ങൾ എത്ര നല്ല കറിയാണെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ സുർക്ക ഒന്ന് തൊട്ട് നാവിലൊന്ന് വെച്ച് ടേസ്റ്റ് ഒന്ന് ഇറക്കണ നേരത്തെ ആ മുഖം ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കണം, ഇങ്ങനെ ഉണ്ടാവുമെന്ന്. സുർക്കനെ ഇറക്കണ നേരത്തെ സുബ്ഹാനല്ലാഹ്. നിഅമൽ ഇദാമു അൽ ഖൽ, നല്ല കറിയാണല്ലോ, അത് മതി എന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുക്കിയിട്ടാണ് ആ റൊട്ടി കഴിച്ചത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ അവർ ജീവിച്ചത്. തങ്ങൾക്ക് ലക്ഷറി ആഡംബരം കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളിൽ സുബൈർ റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരുണ്ടാക്കിയ മഹാനാണ്. ഇന്നും സൗദി അറേബ്യ, അത് അവിടെ ആർക്കിയോളജിക്കൽ വിഭാഗം, അവിടെ മദീനയിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ, എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല, കണ്ടിട്ടുണ്ട്. അത് അവിടെ കൊട്ടാരം പോലെയുള്ള കല്ല് കൊണ്ട് എടുത്ത നല്ല മനോഹരമായ അന്നത്തെ വീട്. അന്നൊക്കെ അങ്ങനെ വീടുകളുണ്ട്, പക്ഷെ നബി തങ്ങൾ വളരെ ചെറിയ സൗകര്യങ്ങളാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികൾ നല്ല ഭക്ഷണപ്രിയരായിരുന്നു, നല്ല ഭക്ഷണം വെക്കുന്ന ആളുകളാണ്. ഹദീസയും മാംസവും കൊണ്ട്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവരെമ്പാടുണ്ടാക്കും. പക്ഷേ ഹബീബായ തങ്ങളുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല. തങ്ങൾ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ചെന്നപ്പോ ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ ചെന്നു, തങ്ങളുടെ ഭാര്യ ഉണ്ടവിടെ. ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചോദിക്കുക, എന്താ ഇവിടെ ഇല്ലാത്തത്? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ കൊണ്ടുവന്ന് തരൂലേ? എന്താ ഇന്നലെ പറയാഞ്ഞത്? എന്താ മിഞ്ഞാന്ന് വർക്ക്ഷോപ്പിൽ പോകാൻ പറയാൻ തരുന്നത്? ലിസ്റ്റ് തന്നാ പോരെ, ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ? ഇതാ ചോദിക്കുക. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ അന സ്വായിമുൻ, ഇദൻ അന സ്വായിം. ഒന്നുമില്ലേ, വിഷമിക്കണ്ട, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പട്ടിണിയാണ്, ഇനി മഗ്രിബ് വരെ ഞാൻ പട്ടിണിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പെടുക്കാൻ ളുഹറിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. റമളാൻ പോലെയുള്ള ഫർള് നോമ്പുകളൊക്കെ രാത്രി നിയ്യത്ത് വെക്കണം, ഞാൻ പകൽ നോമ്പെടുക്കാൻ പോവാണ്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ് ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് കിട്ടും എന്ന മസ്അല നമ്മൾ മനസ്സിലാക്കുന്നത്, ഉലമാ പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ഈ ചര്യയിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. ഈ ഒരു ക്ഷമയും ക്യാരക്ടർ ബിൽഡിങ്ങും സ്വഭാവ ശുദ്ധീകരണവും ഈമാനികമായ ഉത്തേജനവും നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. അള്ളാഹു നമുക്ക് നൽകട്ടെ. മുത്തുനബി തങ്ങൾ പറയുന്നു, അന്ന് റമളാനിൽ നബി തങ്ങൾ മദീനയിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു സഫിയ ബിൻത് ഹുയയ് റളിയല്ലാഹു അൻഹ. സഫിയ ബീവി വന്നു നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സഫിയ ബീവിയുടെ വീട് ഒരൽപ്പം അകലെയായിരുന്നു. സഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ കൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമുണ്ട്. അപ്പോഴാണ് അൻസ്വാരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. നബിയെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് നടന്നു നബിയെ കണ്ടപ്പോ. കാരണം നബി തങ്ങളുടെ കൂടെ ഒരു അന്യ പെണ്ണാണ് എന്നാ വിചാരിക്കുക. അതാരാ? നബിയുടെ ഭാര്യയാണ്. പക്ഷേ രണ്ട് അൻസ്വാരികൾ മദീനക്കാർ നബിയെ കണ്ടപ്പോ ഞങ്ങൾ കണ്ടില്ല എന്ന ഭാവേന അവരങ്ങ് ധൃതി പിടിച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, അലാ റിസ്ലിക്കുമാ, അവിടെ നിൽക്കണേ, അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നു അവര്.
ഇന്നഹാ സഫിയ, എന്റെ കൂടെയുള്ള പെണ്ണേ എന്റെ ഭാര്യയാണ്, സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ. അപ്പൊ അവര് പറയാൻ തുടങ്ങി, നബിയെ ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്നാണോ അങ്ങയെ തിരുത്തിയതിന്റെ താല്പര്യം? ഞങ്ങൾ അങ്ങയെപ്പറ്റി മോശമായത് വല്ലതും വിചാരിച്ചു എന്നങ്ങക്ക് തോന്നിയോ നബിയെ? അങ്ങയുടെ കൂടെ ഒരു അന്യ പെണ്ണ് കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ ലിനദുന്ന ഫീക യാ റസൂലല്ലാഹ്. ഞങ്ങൾ ആരെപ്പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കാനാണ്? എന്തിനാ നബി ഈ തിരുത്ത്? നിങ്ങൾ പറഞ്ഞു, ഒന്നിനുമല്ല. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫദയ്യിഖു മജാരിഹി ബിൽ ജൂഅ് വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. പിശാച് വല്ലാത്ത കുബുദ്ധിയുള്ളവനാണ്. ഇന്ന ശൈത്വാന, പിശാച് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അതിലൂടെയെല്ലാം പിശാച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിശാച് ദുർബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ നബിയെക്കുറിച്ച് പോലും ഒരുപക്ഷെ പിശാച് മോശമായത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും. ആ തോന്നൽ ഇല്ലാതെയാവാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരികയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു. പിശാച് ശരീരത്തിൽ രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് പിശാചിന്റെ സഞ്ചാരപഥങ്ങളായ ഞരമ്പുകൾ, രക്തത്തിന്റെ ഫ്ലോ നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. പിശാചിന്റെ സഞ്ചാരപഥം ഒന്ന് നാരോ ആക്കി കൊടുക്കണം, ഇടുങ്ങിയതാക്കി കൊടുക്കണം. പിശാചിനെ അങ്ങനെ വഴിവിട്ട് നടക്കാൻ വിടരുത്. ബിൽ ജൂഅ്, വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ വഴി സങ്കുചിതമാക്കി കൊടുക്കണേ. പിശാച് ശരീരത്തിൽ എല്ലായിടത്തും ഓടി നടക്കും. അവൻ നിങ്ങളോട് മോശപ്പെട്ടത് ചിന്തിപ്പിക്കുകയും മോശപ്പെട്ട വിചാരങ്ങൾ നൽകുകയും ചെയ്യും. നോമ്പാണ് അതിന്റെ പരിഹാരമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പാണ് ഇതിന്റെ പരിഹാരം എന്നാണ്. ഇങ്ങനത്തെ നോമ്പ്, കണ്ണ് നോമ്പെടുക്കുന്ന നോമ്പ്, കാത് നോമ്പെടുക്കുമ്പോ, നാവ് നോമ്പെടുക്കുമ്പോ, കണ്ണും കാതൊക്കെ നോമ്പെടുക്കുക. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുകയും, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും, നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാ വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കുന്ന പോലെ ശരീരം ഹറാമുകളിൽ നിന്ന് നോമ്പെടുക്കുമ്പോഴാ നോമ്പിന്റെ ശരിയായ പുണ്യം അല്ലാഹു നൽകുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് പട്ടിണി കിടന്നതിന്റെ താല്പര്യം? എന്തിനല്ലാഹു മനുഷ്യരെ പട്ടിണി കിടത്തണം? വല്ല ആഗ്രഹമുണ്ടോ അല്ലാഹുക്ക്? ഇല്ല. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് കടന്നു വരാനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ് അല്ലാഹു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. റബ്ബിലേക്ക് അടുക്കാൻ ഇത്രയും അമ്പിയാക്കന്മാർ, അവിടുത്തെ കുടുംബം, സ്വഹാബികൾ, നബിതങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മം, അല്ലാഹു എമ്പാടും കൂലി തരുമെന്ന് പറഞ്ഞ കർമ്മം നിങ്ങൾ എടുക്കുന്നത് നന്മയിലേക്ക് ഓടി വരാനാണ്, നന്മയിലേക്ക് മുന്നിട്ട് വരാനാണ്. ഒരുപാട് നന്മകൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. റമദാനാകുമ്പോ നമ്മൾ ഖുർആൻ ഓതുന്നു, അതുവരെ ഓതാത്തവര് വിശന്നിട്ടും ഖുർആൻ ഓതും. റമദാനാകുമ്പോ ദാനധർമ്മം കൊടുക്കുമ്പോ ഒരു റാഹത്തിലാ കൊടുക്കുന്നത്, അൽഹംദുലില്ലാ. നേരെ മറിച്ച് റമദാൻ അല്ലെങ്കിൽ ആ ഒരു റാഹത്ത് കിട്ടുന്നില്ല. റമദാനിൽ നമ്മൾ ഉറക്ക് കുറവാണ്, നമ്മൾ അധ്വാനം കൂടുതലാണ്, ഇബാദത്ത് കൂടുതലാണ്. ഇതിന്റെ താല്പര്യം എന്താണ്? നമ്മുടെ ശരീരത്തിന് കുറച്ച് വിശ്രമവും ഒരുപാട് അധ്വാനവും ഇതൊക്കെ കൊടുക്കാൻ പറ്റും റമദാനിൽ. റമദാൻ കഴിഞ്ഞാലും അത് സാധ്യമാണ്. റമദാൻ കഴിഞ്ഞാലും ഇത് സാധ്യമാണ്. തബാത്ത്, നന്മയിൽ ഉറച്ചു നിൽക്കലാണ് ഇതിന്റെ ആവശ്യം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.